കോടി രൂപയ്ക്ക് പകരം കുറച്ച് വെറ്റില മതി. എന്തിനും ഏതിനും വിലയിടുന്ന ലോകത്ത് നിന്ന് വ്യത്യസ്തമായി ഇവിടെ സന്തോഷവും സമാധാനവും പരസ്പര ബഹുമാനവുമാണ് വലുത്. പറഞ്ഞു വരുന്നത് ഭൂട്ടാൻ എന്ന രാജ്യത്തെ പറ്റിയാണ്. ആധുനികവൽക്കരണത്തിൻ്റെ ഫലങ്ങൾ ഏറ്റവും അവസാനം എത്തിയ രാജ്യം. എന്നാൽ ഒരു വലിയ മാറ്റം രാജ്യത്തിലേക്ക് വരാൻ പോകുന്നു. ടെലിവിഷനും ഇൻ്റർനെറ്റും എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ രാജാവ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ്. സ്വന്തം ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഡെമോക്രസി. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൂട്ടാന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ രാഷ്ട്രീയ മാറ്റങ്ങളെയും സാംസ്കാരിക സംഘർഷങ്ങളെയും തമാശയും ചിന്തയും കലർന്ന രീതിയിൽ അവതരിപ്പിച്ച ഒരു ശ്രദ്ധേയമായ ചലച്ചിത്രമാണ് ദി മോങ്ക് ആൻഡ് ദി ഗൺ. പ്രശസ്ത ഭൂട്ടനീസ് ചലച്ചിത്രകാരനായ പാവോ ചോയ്നിങ് ഡോർജി രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രം ആധുനികതയിലേക്കുള്ള ഒരു രാജ്യത്തിന്റെ പരിവർത്തനത്തെ വളരെ മനോഹരമായി വരച്ചു കാട്ടുന്നു. 2006 ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. ഭൂട്ടാൻ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് മാറാൻ ഒരുങ്ങുന്ന സമയം. ആദ്യമായി ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ രാജാവ് തീരുമാനിക്കുന്നു. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. തിരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണമെന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകുന്നു. തികച്ചും അപ്രതീക്ഷിതവും വിചിത്രവുമായ ഈ മാറ്റം ഒരു പുരാതന സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളും ആകാംക്ഷകളുമാണ് ഈ സിനിമയുടെ കാതൽ. സിനിമയുടെ ആഖ്യാനത്തിന്റെ ഒരു പ്രധാന ഭാഗം പഴയ തലമുറയെ പ്രതിനിധീകരിക്കുന്ന ഒരു മുതിർന്ന ലാമയുടെ ആവശ്യമാണ്. രാജ്യത്തെ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് എല്ലാം ശരിയാക്കാനായി ഒരു തോക്ക് കണ്ടെത്താൻ അദ്ദേഹം തൻ്റെ ശിഷ്യനായ ഒരു യുവ സന്യാസിയെ, അതായത് ഒരു മോങ്കിനെ ചുമതലപ്പെടുത്തുന്നു. ഈ തോക്ക് എന്തിനാണ്, എവിടെ നിന്ന് കിട്ടും എന്നതിനെക്കുറിച്ചൊന്നും മോങ്കിന് വ്യക്തമായ ധാരണയില്ല. ഇതിനിടയിൽ അമേരിക്കയിൽ നിന്നുള്ള ഒരു ഗൺ കളക്ടർ വിലയേറിയ ഒരു പഴയ തോക്ക് തേടി ഭൂട്ടാനിലെത്തുന്നു. മോങ്കിന്റെ അന്വേഷണവും അമേരിക്കക്കാരന്റെ തിരച്ചിലും ഒരേ സമയം സമാന്തരമായി സഞ്ചരിക്കുന്നു. ഈ രണ്ട് കഥാപാത്രങ്ങളും ഒരുമിക്കുമ്പോൾ സിനിമ ലളിതമായ ഒരു ഹാസ്യത്തിനപ്പുറം ആഴത്തിലുള്ള പ്രമേയങ്ങളിലേക്ക് കടക്കുന്നു. ബുദ്ധമതത്തിന്റെയും പരമ്പരാഗത മൂല്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ പാശ്ചാത്യവൽക്കരണത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പ്രതീകമായി തോക്ക് മാറുന്നു. തിരഞ്ഞെടുപ്പ്, സ്ഥാനാർത്ഥികൾ, വോട്ടിംഗ് യന്ത്രങ്ങൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ എല്ലാം ജനങ്ങൾക്ക് പുതിയതും അപരിചിതവുമാണ്. ഈ പുതിയ ലോകത്തിൽ തോക്ക് ഒരു ആകർഷണ വസ്തുവായി മാറുന്നു. സിനിമയുടെ അവസാനമാണ് തോക്കിനായുള്ള ലാമയുടെ ആവശ്യം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നത്. സിനിമയിലെ ഏറ്റവും രസകരവും എന്നാൽ നമ്മെ ചിന്തിപ്പിക്കുന്നതുമായ ഭാഗം ഗ്രാമവാസികളെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്ന രംഗങ്ങളാണ്. ഒരു രാജഭരണത്തിൽ ജീവിച്ച് ശീലിച്ച നിഷ്കളങ്കരായ ഗ്രാമീണർക്ക് വോട്ടിംഗ് എന്ന ആശയം തികച്ചും അന്യമായിരുന്നു. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ജനാധിപത്യം എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു മോക്ക് ഇലക്ഷൻ നടത്താൻ തീരുമാനിക്കുന്നു. ഇതിനായി തിരഞ്ഞെടുപ്പിന്റെ പ്രധാന ഘടകമായ പോരാട്ടം, കോൺഫ്ലിക്റ്റ് പഠിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ഒരു വിചിത്രമായ മാർഗം തിരഞ്ഞെടുക്കുന്നു. അവർ ഗ്രാമവാസികളെ 2 കക്ഷികളായി തിരിച്ച് തുടർന്ന് ഓരോ വിഭാഗത്തോടും എതിർ വിഭാഗത്തെ ദേഷ്യത്തോടെ കാണാനും പരസ്പരം വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കാനും ആവശ്യപ്പെടുന്നു. വാക്തർക്കങ്ങളിൽ ഏർപ്പെടാൻ ഒട്ടും താല്പര്യമില്ലാത്ത, പരസ്പരം സ്നേഹത്തിലും ബഹുമാനത്തിലും ജീവിക്കുന്ന ഗ്രാമവാസികൾ ആദ്യം ഇത് ചെയ്യാൻ മടിച്ചു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ വിചിത്രമായ രീതിയിൽ പരസ്പരം പോരടിക്കാൻ തുടങ്ങുന്നു. ഇത് കാഴ്ചക്കാരന് ചിരി നൽകുമെങ്കിലും ജനാധിപത്യത്തിന്റെ പേരിൽ ഒരു സമൂഹം പരമ്പരാഗതമായി കാത്തു സൂക്ഷിച്ചിരുന്ന ഐക്യവും ശാന്തതയും എങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ ശക്തമായ പ്രതീകമായി ഈ രംഗം മാറുന്നു. എന്തിന് നമ്മളെ ഇങ്ങനെ പരുഷമായ രീതിയിൽ പെരുമാറാൻ പഠിപ്പിക്കുന്നു? ഇതല്ല നമ്മുടെ രീതി എന്നൊരു വൃദ്ധ ഈ രംഗത്തിൽ പറയുന്നതും ശ്രദ്ധേയമാണ്. പുതിയ ഭരണരീതി പരസ്പര ബഹുമാനം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ കാരണമായേക്കാം എന്നതിൻ്റെ സൂചന നൽകിയാണ് ഈ രംഗം അവസാനിക്കുന്നത്. ഡെമോക്രസിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പ്രതികരണമായി ഇന്ത്യൻ ജനാധിപത്യത്തെയും രാഷ്ട്രീയക്കാർ തമ്മിലുള്ള സ്ഥിരം സംഘർഷങ്ങളെയും ഒരു ഗ്രാമവാസി ചൂണ്ടിക്കാട്ടുന്നതും സിനിമയുടെ ഒരു ശ്രദ്ധേയമായ രംഗമാണ്. അമേരിക്കയിൽ ജനങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ തോക്കുകൾ ഉണ്ട് എന്ന പരാമർശവും രാജ്യത്തിൻ്റെ ഗൺ കൾച്ചറിനെ നർമ്മരസത്തോടെ വിളിച്ചോതുന്നു. പണത്തിനെല്ലാം പരിഹരിക്കാൻ കഴിയും എന്ന ചിന്തയുടെ പേഴ്സോണിഫിക്കേഷനാണ് കടൽ കടന്നെത്തിയ അമേരിക്കക്കാരനായ അതിഥി എന്ന് പറയാം. എന്നാൽ ആ ചിന്തയെ ദി മോങ്ക് ആൻഡ് ദി ഗൺ വളരെ മനോഹരമായി വെല്ലുവിളിക്കുന്നു. പാവോ ചോയ്നിങ് ഡോർജിയുടെ മുൻ ചിത്രമായ ലുനാന എ യാക്ക് ഇൻ ദി ക്ലാസ് റൂം പോലെ തന്നെ ഈ സിനിമയും ഭൂട്ടാന്റെ സ്വാഭാവിക സൗന്ദര്യം, അവിടുത്തെ ജനങ്ങളുടെ നിഷ്കളങ്കത, അടിയുറച്ച ആത്മീയ ജീവിതം എന്നിവ ഒട്ടും ചോരാതെ ഒപ്പിയെടുക്കുന്നു. ദി മോങ്ക് ആൻഡ് ദി ഗൺ ചിരിക്കാനും ചിന്തിക്കാനും വക നൽകുന്ന ഒരു മികച്ച കാഴ്ചാനുഭവമാണ്.
ആധുനികതയുടെ കടന്നുവരവിനെ എങ്ങനെ ഒരു സമൂഹം നോക്കിക്കാണുന്നു എന്നതിനൊപ്പം തങ്ങളുടെ സാംസ്കാരിക സത്ത് നഷ്ടപ്പെടാതെ എങ്ങനെ മാറ്റങ്ങളെ സ്വാംശീകരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ശക്തമായ ചോദ്യചിഹ്നം ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നു.